കേരള സർക്കാർ RSS അജണ്ടയ്ക്ക് പിന്നാലെ പോവുകയാണെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് RSS ഭീകരതയ്ക്കും കൊള്ളയ്ക്കുമെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. RSSന്റെ കൊലവിളി രാഷ്ട്രീയത്തിനും ക്ഷേത്രക്കൊള്ളയ്ക്കുമെതിരെയാണ് CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും കേന്ദ്ര സർക്കാരിന്റെ തെറ്റിനെ ചോദ്യം ചെയ്ത് ശക്തമായി രംഗത്ത് വന്നു. ഞങ്ങൾക്കെല്ലാം നിസ്സാരമെന്ന മനോഭാവമാണ് തകർത്തതെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്താണ് കണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകൾ, ആ ക്രമക്കേട് എത്ര വലുതാണെന്ന വിചാരം. നാം കാണേണ്ടത് ഈ ക്രമക്കേടുകൾ കാര്യങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ആരുടെയെങ്കിലും പേര് നമ്മളെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? എന്തുകൊണ്ടാണ് ആ പേര് എല്ലാവർക്കും അറിയാത്തത്? നീറ്റ് കുംഭകോണത്തിൻ്റെ തലപ്പത്തിരുന്ന BJPയുടെ നേതാവ്, ഭാരതീയ യുവമോർച്ച നേതാവ്, ആരുടെയും ശ്രദ്ധയിലില്ലായിരുന്നു. അതാണ് നമ്മുടെ രാജ്യം. ആ തരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. RSS നയങ്ങൾക്ക് വഴങ്ങില്ലെന്ന നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ച കേരളത്തിന് ഇപ്പോൾ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. കേന്ദ്ര ഗവൺമെന്റിനെതിരെ വാക്കിലോ നോക്കിലോ എതിർക്കാത്ത കേരള സർക്കാർ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോലും ഒന്നും മിണ്ടുന്നില്ല. കേരള സർക്കാരും കോൺഗ്രസും മറയില്ലാതെ RSS അജണ്ട അംഗീകരിക്കുകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ കേരളം വല്ലാത്തൊരു ദുർഗതിയിൽ, കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ RSS അജണ്ടയുടെ പിന്നാലെ പോവുകയാണ്. ഇവർ തമ്മിലുള്ള പാന്തവം പല ഘട്ടങ്ങളിൽ നാം കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 30-ലധികം മണ്ഡലങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴതാ നല്ല രീതിയിൽ ആ ബാന്ധവം പ്രകടമായി വരുന്നു. അത് മറയില്ലാതെ RSS അജണ്ട അംഗീകരിക്കുന്ന നിലപാടിലേക്ക് വരുന്നു. ഇതിനെല്ലാം കൂടി ഒന്നിച്ചു വേണം നാം കാണാൻ. LDF സർക്കാരിനെതിരെ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് UDF സർക്കാർ പറയുന്നത്. അധികാരം ലഭിച്ചപ്പോൾ PM ശ്രീയും കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കുകയാണ് UDF. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്ന LDF സർക്കാർ നിലപാട് RSSന് കീഴ്പ്പെട്ടാണ് UDF സർക്കാർ മാറ്റിയതെന്നും RSSന്റെ പാദസേവകരായി UDF മാറിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പ്രതിഷേധ സദസ്സിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.